ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരള ബാങ്കിലേക്ക് വരാൻ പോകുന്ന നിയമനങ്ങളെക്കുറിച്ചാണ്. 2021 ഓഗസ്റ്റ് മാസമാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കേരള ബാങ്കിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ. അപ്പോൾ എന്താണ് കേരള ബാങ്ക് എന്ന് നോക്കാം. സംസ്ഥാന തലത്തിലുള്ള സഹകരണ ബാങ്ക്, അതായത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന 13 ജില്ലാ സഹകരണ ബാങ്കുകൾ, ഡിസ്ട്രിക്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, ഇത് രണ്ടും ലയിച്ചുകൊണ്ടാണ് കേരള ബാങ്ക് രൂപീകൃതമായിരിക്കുന്നത്. 14ാമത്തെ ഒരു കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലാ കോഓപ്പറേറ്റീവ് ബാങ്കാണ്. മലപ്പുറം ജില്ലാ കോഓപ്പറേറ്റീവ് സഹകരണ ബാങ്ക് അത് ഈ ലയനത്തിന് തയ്യാറായില്ല. അതുകൊണ്ടാണ് 13 സഹകരണ ബാങ്കുകൾ മാത്രമായി മാറിയത്. അപ്പോൾ 2019 നവംബർ 29 ലയനം സംഭവിച്ചു. ഇങ്ങനെ ഒരു കേരള ബാങ്ക് നിലവിൽ വന്നു. ഓക്കെ, അപ്പോൾ 2021 ഓഗസ്റ്റ് മാസം വന്ന കേരള ഗസറ്റ് അസാധാരണം ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്, ഇത് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. നോക്കിക്കോളൂ, ഇത് പ്രകാരം ആസ് പെർ ഗവൺമെൻറ് ഓർഡർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് കേഡർ ഇൻ്റഗ്രേഷൻ സ്കീം 2020 ഹാസ് ബീൻ അപ്രൂവ്ഡ്. On amalgamation, officers and employees of District Cooperative Bank became the officers and employees of Kerala State Cooperative Bank KCB. ഇങ്ങനെ അമാൽഗമേഷൻ അല്ലെങ്കിൽ മെർജർ വന്നതോടുകൂടി പഴയ എംപ്ലോയീസൊക്കെ അല്ലെങ്കിൽ ഓഫീസർമാരൊക്കെ ഏതിൻ്റെ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പഴയ ഓഫീസർമാരും എംപ്ലോയീസും കേരള ബാങ്കിൻ്റെ ഓഫീസർമാരായിട്ട് മാറുന്നു. A special rule was inevitable for the further recruitment, promotion and other appointments in KCB. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് ബാക്കി വരുന്ന ഒഴിവുകളിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നടത്താൻ ഇതുമൂലം തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിക്രൂട്ട്മെൻറ്റ് റൂളാണ് വന്നിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് റൂൾസ്. അപ്പോൾ പഴയ ഓഫീസർമാർ, അതായത് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിലുള്ള ഓഫീസർമാരെ അവിടെ നിലനിർത്തിക്കൊണ്ട് പുതിയതായിട്ട് വരുന്ന ഒഴിവുകളിലേക്ക് ഉള്ള നിയമനം, അതിനെക്കുറിച്ചുള്ള റൂളാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം 32 കാറ്റഗറികളാണ് ഉള്ളത്. 32 കാറ്റഗറികളിലാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ്, എല്ലാത്തിലേക്കും PSC അല്ല ഡയറക്റ്റ് നിയമനം നടത്തുന്നത്. ചിലതൊക്കെ ഗവൺമെൻറ് ഉണ്ട്, ചിലത് പ്രൊമോഷനാണ്. അപ്പോൾ നോക്കാം. ഫസ്റ്റ്, മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഫസ്റ്റ് കാറ്റഗറി ഏതാണ്? മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇത് ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് ബൈ ഗവൺമെൻറ് ആണ്, അത് PSC അല്ല എന്ന് ഓർക്കുക. രണ്ടാമത്തത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അതും ബൈ ഗവൺമെൻറ് ആണ്. സെലക്ഷൻ ഫ്രം ദി പോസ്റ്റ് ഓഫ് ചീഫ് ജനറൽ മാനേജേഴ്സ് അല്ലെങ്കിൽ ഇൻ ദി ആബ്സെൻസ് ഓഫ് എലിജിബിൾ കാൻഡിഡേറ്റ് ബൈ സെലക്ഷൻ ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് ബൈ ഗവൺമെൻറ്. ഇവിടെയും ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് ബൈ ഗവൺമെൻറ് ആണ്. ഇനി ചീഫ് ജനറൽ മാനേജർ, ഇവിടെയും അങ്ങനെ തന്നെയാണ്. ജനറൽ മാനേജർ, ഇത് പ്രൊമോഷനിലൂടെയാണ് ജനറൽ മാനേജർ വരുന്നത്. ഡെപ്യൂട്ടി ജനറൽ മാനേജറും അങ്ങനെ തന്നെയാണ്. ഡെപ്യൂട്ടി ജനറൽ മാനേജർ എന്ന് പറയുന്നത് ഇതിൽ ആനുപാതികമായിട്ടാണ്. ഒരു പോസ്റ്റ് ഗവൺമെൻറ് ഡയറക്റ്റ് ആയി നടത്തുമ്പോൾ മറ്റൊന്ന് PSCയിലൂടെ. അപ്പോൾ 1:1 എന്ന റേഷ്യോയിലാണ് ഡെപ്യൂട്ടി ജനറൽ മാനേജറുടെ നിയമനം നടത്തുന്നത്. ഒന്ന് പ്രൊമോഷൻ ബൈ പ്രൊമോഷൻ ഫ്രം അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ ഹാവിങ് 3 years. അതുപോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ത്രൂ PSC ഇൻ ദ റേഷ്യോ ഓഫ് 1:1. അപ്പോൾ ഒന്ന് പ്രൊമോഷനും ഒന്ന് PSCയുടെ റിക്രൂട്ട്മെൻറ്റിലൂടെയാണ് വരുന്നത്. ഇനി അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ, ഇവിടെ ബൈ പ്രൊമോഷൻ ഫ്രം സീനിയർ മാനേജർ ഹാവിങ് 3 years സർവീസ് ഇൻ ദി ഫീഡർ കാറ്റഗറി ഇൻ ദ ആൻഡ് ഓൺ ദ ബേസ് ഓഫ് സീനിയോറിറ്റി. ഇവിടെയും പ്രൊമോഷനാണ്. ഇനി അടുത്തത് സീനിയർ മാനേജർ, ഇവിടെയും പ്രൊമോഷൻ തന്നെയാണ്. മാനേജർ ബൈ പ്രൊമോഷൻ
അസിസ്റ്റൻറ്റ് മാനേജർ എങ്ങനെയാണ്? അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറയുന്നത് ബൈ പ്രൊമോഷൻ ഫ്രം അക്കൗണ്ടൻറ്റ് ആൻഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബൈ PSC ഇൻ ദ റേഷ്യോ ഓഫ് 2:1. അപ്പോൾ പ്രൊമോഷനായിട്ട് 2 അക്കൗണ്ടൻറ്റുമാരുടെ പ്രൊമോഷനായിട്ട് 2 ആൾ വരുമ്പോൾ ഒരാളെ PSC അപ്പോയിൻ്റ് ചെയ്യുന്നു. അപ്പം 2:1 എന്ന അനുപാതത്തിലാണ് ഇവിടെ നിയമനം നടത്തുന്നത്. ഇതുപോലെ അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബൈ പ്രൊമോഷനാണ്. ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ ഇവിടെ എങ്ങനെയാണ്? ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബൈ KPSC ആൻഡ് പ്രൊമോഷൻ ഓൺ ദ ബേസ് ഓഫ് ഫ്രം എമംഗ് പേഴ്സൺസ് ഹോൾഡിംഗ് lower post who possess the required qualification and 3 years continuous service. The ratio for which a direct recruitment and promotion shall be 3:1. ഇനി റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ PBS ഓപ്പറേറ്റർ ഇവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബൈ KPSC കേരള PSC ആണ് ഇവിടെ ഡയറക്റ്റ്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റും അങ്ങനെ തന്നെയാണ്. കേരള PSC ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്. ഓഫീസ് ഫെസിലിറ്റേറ്റർ അത് പ്രൊമോഷനാണ്. ഇനി ചീഫ് സെക്യൂരിറ്റി ഓഫീസർ, ഡ്രൈവർ കം അറ്റൻഡൻറ്റ് ഇതൊക്കെ PSC അനുപാതികമാണ്. ലിഫ്റ്റ് ഓപ്പറേറ്റർ ഇവിടെ ട്രാൻസ്ഫർ ആണ്. ഓഫീസ് അറ്റൻഡൻറ്റ് ഇവിടെ ഓഫീസ് അറ്റൻഡൻറ്റ് 60% ഡയറക്റ്റ് ആണ്, 40% പ്രൊമോഷനാണ്. ഇനി ഫുൾ ടൈം കണ്ടിൻജൻറ്റ് സ്റ്റാഫ് ഇവിടെ പ്രൊമോഷൻ ഫ്രം പാർട്ട് ടൈം കണ്ടിൻജൻറ്റ് സ്റ്റാഫ്. ഇനി പാർട്ട് ടൈം കണ്ടിൻജൻറ്റ് സ്റ്റാഫ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബൈ ബാങ്ക്. ഇനി പ്രിൻസിപ്പൽ പബ്ലിക് റിലേഷൻ ഓഫീസർ ഇവിടെ പ്രൊമോഷനാണ്. ഇനി പ്രയോറിറ്റി സെക്ടർ ഓഫീസർ ഇവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് PSC. IT ഓഫീസർ ഇവിടെയും PSC ആണ് നിയമനം. ഓക്കെ, ഇനി അടുത്തത് പ്രൊജക്റ്റ് സ്പെഷ്യലിസ്റ്റ്, ക്രെഡിറ്റ് സ്പെഷ്യലിസ്റ്റ്, പബ്ലിക് റിലേഷൻ ഓഫീസർ, ലോ ഓഫീസർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, സിവിൽ ഓവർസിയർ. ഇതൊക്കെ ഇവിടം വരെ 29ാമത്തത് വരെ 24 മുതൽ 29ാമത്തെ വരെയുള്ളതെല്ലാം PSC ഡയറക്റ്റ് നിയമനമാണ്. സിവിൽ ഓവർസിയർ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ ഇത് 3 കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷനോ ആണ് ഈ 3 പോസ്റ്റും. അങ്ങനെ 32 കാറ്റഗറികളിലായാണ് അപേക്ഷ ക്ഷണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് PSCക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ PSCക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി PSC ആണ് ഇതിൽ എന്ത് ചെയ്യേണ്ടത്? തീരുമാനമെടുക്കേണ്ടത്. PSC എന്ത് ചെയ്യും? ഇതിൽ തീരുമാനമെടുത്ത് നോട്ടിഫിക്കേഷൻ PSC വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപേക്ഷ കൊടുക്കേണ്ടത്. 1500-ലധികം വേക്കൻസികൾ വരുമെന്ന് പറയുന്നു, ഏകദേശ കണക്കാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രമിക്കുക. ഒരു ജോലി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക്സ്.